എങ്ങനെയാണ്? ഷിയാബ്സ് അക്കാഡമിയുടെ ടാലിയുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഡേ 3 നമ്മളിന്ന് ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളപ്പം ജേണൽ അതേപോലെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പോകാം. ഡേ 3 ബാങ്കിങ് ട്രാൻസാക്ഷൻ. ടാലി പ്രൈം നിങ്ങൾക്കും പഠിക്കാം. 30 ദിവസത്തെ ചലഞ്ചാണ്. ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് ബേസിക്സ് പാർട്ട് 3 ക്ലാസ് 3 ബാങ്കിങ് ട്രാൻസാക്ഷൻ. ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമല്ല, ചെക്കായിട്ടും ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ട്, മൊബൈൽ ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫോർ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മളൊരു ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ് കൂടുതലും നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തു. 2 അക്കൗണ്ട്, ക്യാഷും ഉണ്ട് ബാങ്കും ഉണ്ട്. ക്യാഷ് റിയൽ, ബാങ്ക് പേഴ്സണൽ. എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് വൺ, ഫോർ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? യെസ്, ക്യാഷ് നമ്മുടെ ഫേമിലേക്ക് വന്നു. നേരെ ഈ എൻട്രി തന്നെ നേരെ തിരിഞ്ഞു വരും. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് വൺ, ഫോർ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഓക്കെ, ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. റിസീവ് ചെയ്യുകയാണ്. നമ്മുടെ ഫേമിൽ ഒരു ബിസിനസ് പേഴ്സൺ, നമ്മുടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് ചെക്കായിട്ട് നമ്മുടെ കയ്യിൽ തരികയാണ്. നമ്മുടെ ഫേമിലാണ്, നോട്ട് ടു ബാങ്ക്. ബാങ്കിലേക്കാണെങ്കിൽ അത് മാറും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷിന്റെ പകരമായിട്ട് എന്ത് ചെയ്തു? ചെക്ക് റിസീവ് ചെയ്തു. അപ്പം നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആയിട്ടാണ്. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ക്യാഷ് ആയിട്ട്. നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. ഇപ്പം ക്യാഷ് ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തു. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? കസ്റ്റമർ. പേഴ്സണൽ ആയതുകൊണ്ട് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി ഈ ചെക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. ഫോർ ചെക്ക് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമ്മുടെ കയ്യിലുള്ള ചെക്ക് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണേ? ക്യാഷ്. അത് നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഫസ്റ്റ് വൺ, ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. Bank account debtor to cash. Second one, for cash withdrawn from bank. Cash account debtor to bank. Third one, for check received from a customer. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തു. അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. ദെൻ ഫോർ ചെക്ക് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ആണ്. ബാങ്കിലേക്ക് നമ്മൾ ചെക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. നമ്മളത് ട്രീറ്റ് ചെയ്തത് ക്യാഷ് ആയതുകൊണ്ട് ബാങ്കിലേക്ക് കൊടുത്തതായിട്ട് കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ്, ഫോർ ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. അടുത്ത ട്രാൻസാക്ഷൻ ഇതാണ്. ചെക്ക് റിസീവ് ചെയ്ത പറഞ്ഞ പോലെ തന്നെയാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു ചേഞ്ച് ഉണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലയർ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത് ബാങ്കിലേക്കാണ്. അപ്പം സപ്ലയറും ബാങ്കുമാണ്, രണ്ടും പേഴ്സണൽ അക്കൗണ്ടാണ്. ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് സപ്ലയർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ജേണൽ എൻട്രി വരുന്നത് സപ്ലയർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അലൗഡ് ബൈ ബാങ്ക്. ബാങ്കിലെ മറ്റൊരു ഇൻകമായിട്ടും എക്സ്പെൻസീവ് ആയിട്ടും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇൻട്രസ്റ്റ്. ബാങ്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന് ബാങ്ക് എന്ത് തരും? ഇൻട്രസ്റ്റ് തരും. അത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്നൊക്കെ അറിയുന്നത്. 3 മാസം കൂടുമ്പോഴൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു ചെക്കിന്റെ വാലിഡിറ്റിയും കൂടെ പറയാം. ചെക്കിന്റെ വാലിഡിറ്റി എത്ര നാളേ ഉള്ളൂ? 90 days, 3 മാസം. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അലൗഡ് ബൈ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് അലോ ചെയ്തു, അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. സോ ബാങ്ക് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. നെക്സ്റ്റ് വൺ, ഫോർ ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദെയർ സർവീസസ്. ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദെയർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചാർജസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ ATM,
ATM കാർഡിൻ്റെ എക്സ്പെൻസ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ്, ഇതെല്ലാം നമുക്ക് എന്താണ് എക്സ്പെൻസ് ആണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് ബാങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്ര രൂപ ചാർജ് ആയി എന്നൊക്കെയുള്ളത് അറിയുന്നത്. SMS ചാർജ്, സ്റ്റേറ്റ്മെന്റ് ചാർജ്, ATM ചാർജ് ഒക്കെ ഉണ്ട്. അപ്പം ബാങ്ക് ചാർജസ് അക്കൗണ്ടഡ് ടു ബാങ്ക്. ദ നെക്സ്റ്റ് വൺ, ഫോർ ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ഡൊമസ്റ്റിക് പർപ്പസ്, പേഴ്സണൽ പർപ്പസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്രോയിങ്സ് ആണ്. ബട്ട് ഡ്രോയിങ്സ് അക്കൗണ്ടഡ് ടു ബാങ്ക്, രണ്ടും പേഴ്സണൽ ആയതുകൊണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ 8 ആയി ഇല്ലേ? ഇനി ഒരെണ്ണം കൂടെ നമ്മൾ പറയാൻ പോവാണ്. പക്ഷെ ആ ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് 2 എൻട്രീസിന്റെ കണക്ഷനാണ്. ഫോർ ചെക്ക് റിസീവ് ഫ്രം എ കസ്റ്റമർ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്തേ? ക്യാഷ് ടു കസ്റ്റമർ ആണ്. അതിനുശേഷം നമ്മൾ ആ ചെക്ക് ബാങ്കിലേക്ക് പേ ചെയ്തു. അപ്പൊ എന്തായി? ബാങ്ക് അക്കൗണ്ടഡ് ടു ക്യാഷ് ആയി. ഇനി ഈ ചെക്ക് ബൗൺസ് ആകുകയാണെങ്കിൽ എന്താണ്? അതായത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എഴുതിയത് ക്യാഷ് അക്കൗണ്ടഡ് ടു കസ്റ്റമർ. ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ടു ക്യാഷ് ആണ് നമ്മൾ ചെയ്തത്. ഫോർ കളക്ഷൻ റിട്ടേൺഡ് ഡിസോണേഡ്, കളക്ഷന് പോയപ്പോൾ എന്തായി? ഡിസോണറായി. ദാറ്റ് മീൻസ് ഈ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെക്ക് കിട്ടാനുണ്ടായിരുന്നു, ഒരു 5000 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മളപ്പോൾ എന്ത് ട്രീറ്റ് ചെയ്തു? ക്യാഷ് ആയിട്ട് കിട്ടിയതായിട്ട് കണക്കാക്കി. അതിനുശേഷം ഇത് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഈ ക്യാഷ് നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തതായിട്ട് വന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എങ്ങോട്ടേക്ക് മാറി? ബാങ്കിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കസ്റ്റമർക്ക് തിരികെ കൊടുക്കുന്നതായിട്ട് കാണിക്കണം. കസ്റ്റമറിന് ഡെബിറ്റ് ചെയ്യും, ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ചെക്ക് അത് ക്യാഷായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്തായിരുന്നു, ഇനി കസ്റ്റമർ ഇനി ഒന്നും തരാനില്ല എന്ന് അവിടെ എഴുതി വെച്ചു. ദെൻ അത് ബാങ്കിലേക്ക് പോയി. അപ്പം നമ്മുടെ ക്യാഷ് നേരെ ബാങ്കിലേക്ക് പോയി. ബാങ്കിൽ അത്ര എമൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ ബാങ്കിൽ അത്ര എമൗണ്ട് വന്നില്ല, ഡിസോണറായി. കാരണം ഒരാൾ 5000 രൂപ തന്നു, ആ ചെക്കിൽ കളക്ഷന് പോയപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 5000 റുപ്പീസ് ഇല്ല. സോ എന്ത് ചെയ്യുക? ആ കസ്റ്റമർക്ക് തിരികെ കൊടുക്കുന്നതായിട്ട് കാണിക്കും. അതാണ് കസ്റ്റമർ അക്കൗണ്ടഡ് ടു ബാങ്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ, ഒരെണ്ണം കൂടെ പറയുകയാണ്. നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നോക്കിയേ, ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം HDFC ബാങ്ക് ടു ഫെഡറൽ ബാങ്ക്. HDFC ബാങ്കിൽ നിന്ന് ഫെഡറൽ ബാങ്കിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് 2 അക്കൗണ്ട് അല്ലേ? 2 ബാങ്കാ, HDFC ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പം ഫെഡറൽ ബാങ്ക് HDFCയും എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു? രണ്ടും പേഴ്സണൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഫെഡറൽ ബാങ്ക് റിസീവർ ആണ്, HDFC എന്താണ്? റിസീവർ. ഫെഡറൽ ബാങ്ക് റിസീവർ, HDFC ഗിവർ. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടഡ് ടു HDFC എന്ന് വരും. അപ്പോൾ നമ്മുടെ ഒരു ഫേമിൽ 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഒന്ന്, ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്ക് അക്കൗണ്ടഡ് ടു ക്യാഷ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഫോർ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, അത് ക്യാഷ് അക്കൗണ്ടഡ് ടു ബാങ്ക്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ, ക്യാഷ് അക്കൗണ്ടഡ് ടു കസ്റ്റമർ. ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞു ചെക്ക് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക്, എന്താണ്? ബാങ്ക് ടു ക്യാഷ്. അടുത്ത നമ്മൾ പറഞ്ഞു ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ, സപ്ലയർ അക്കൗണ്ടഡ് ടു ബാങ്ക്. അടുത്ത നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അലോഡ് ബൈ ബാങ്ക്, അതെന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ടഡ് ടു ഇൻട്രസ്റ്റ്. അടുത്ത നമ്മൾ പറഞ്ഞു ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദെയർ സർവീസ്, ബാങ്ക് ചാർജസ് അക്കൗണ്ടഡ് ടു ബാങ്ക്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, ഡ്രോയിങ്സ് അക്കൗണ്ടഡ് ടു ബാങ്ക്. ദ ലാസ്റ്റ് വൺ പറഞ്ഞു ചെക്ക് ഫ്രം എ കസ്റ്റമർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ റിട്ടേൺഡ് ഡിസോണേഡ്, അത് തേർഡ് ആൻഡ് ഫോർത്ത് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടഡ് ടു കസ്റ്റമർ എന്നായിരുന്നു നമ്മൾ ചെയ്തത്. അതിനുശേഷം ആ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് പേ ചെയ്തു, അപ്പോൾ എൻട്രി വന്നത് ബാങ്ക് അക്കൗണ്ടഡ് ടു ക്യാഷ് ആണ്. ആ സമയത്ത് കളക്ഷൻ ആയിട്ട് പോയി ഡിസോണറായി. ഡിസോണറായപ്പോൾ എന്തായി? ആ കസ്റ്റമർക്ക് ആ പർട്ടിക്കുലർ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കി. അപ്പം ട്രഡീഷണൽ വേ ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഇതാണ്.
ഇനി ചെക്ക് റിസീവ് ഫ്രം എ കസ്റ്റമർ അല്ലെങ്കിൽ ഡയറക്ട്ലി ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷിന്റെ അവിടെ ബാങ്ക് ആക്കും കേട്ടോ. അപ്പം അതൊരു നെറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചിലപ്പം കൊടുക്കുമല്ലോ, അക്കൗണ്ട് നമ്പർ കൊടുക്കും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുക എന്ന് പറയും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഫണ്ട് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ഡയറക്ട്ലി ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാങ്ക് വരും, ഇവിടെ കസ്റ്റമർ വരും. അപ്പം ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ. അപ്പം ഈ ബാങ്കിങ് ട്രാൻസാക്ഷനും കൂടെ നിങ്ങളെല്ലാം എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമി. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.